പഠിത്തത്തിലെ ചാക്കോമാഷിനെ പോലെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പിള്ളേരെ പേടിച്ചാണ് അധ്യാപകരൊക്കെ ജീവിക്കുന്നത്. ഈ പിള്ളേർ +1 +2 പഠിക്കുന്ന പിള്ളേരുടെ രീതികള്, ചെയ്തികള്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യലൈസേഷൻ ഒക്കെ പഴയ കാലഘട്ടം പോലെയല്ല. ടീച്ചേഴ്സ് പറയാറുണ്ട്, ഞങ്ങൾ അവരിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാറില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷനും ഇന്ററാക്ഷനും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒത്തിരി അപ്പുറമാണ്. അപ്പൊ നമ്മള് ഇവരെ എന്തുകൊണ്ടാണ് നമ്മുടെ പോസ്റ്റ് കോവിഡ് ടൈമിൽ നമ്മുടെ കുട്ടികളെല്ലാം മൊബൈൽ ഉപയോഗിച്ചു എന്ന് കരുതി ഈ കുട്ടികളെല്ലാം ട്രാക്ക് തെറ്റി കൂടും. ഇപ്പൊ നമ്മള് ഒരു സിനിമ കണ്ടു. ഇപ്പൊ ടൈറ്റാനിക് നമ്മൾ കണ്ടല്ലേ? ടൈറ്റാനിക് നോക്കി, ടൈറ്റാനിക്കിൽ ആ പെങ്കൊച്ചി നേക്കറായിട്ട് കിടന്നോ ഇതൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ പറയാം അഡൽട്ട്സോട് മൂവീസ് ഉണ്ട്. നമ്മളാരും നമുക്ക് ഭൗതിക മസ്തിഷ്കവും വൈകാരിക മസ്തിഷ്കവും അങ്ങനെ 2 ബ്രെയിൻ ഉണ്ട്. ഇമോഷണൽ ബ്രെയിൻ ആൻഡ് കോഗ്നിറ്റീവ് ബ്രെയിൻ ഉണ്ട്. ഈ കോഗ്നിറ്റീവ് ബ്രെയിൻ എന്ന് പറഞ്ഞാല് അത് ബുദ്ധിയുടെ അല്ലെങ്കിൽ ടീച്ചറിന്റെ അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കേണ്ട ബ്രെയിനാണ്. ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനാണ് കോഗ്നിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് ബ്രെയിനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോഴാണ് കുട്ടികള് സാമൂഹ്യ വിരുദ്ധ പ്രവണതകളൊന്നും കാണിക്കാതെ അവർ നന്നായി പഠിച്ച് ഡിഗ്രി, PG, PhD ഒക്കെ പ്രവർത്തനം. പക്ഷെ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബ്രെയിൻ ഉണ്ട്. അത് എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നതോ വൈകാരിക മസ്തിഷ്കം. ഒരു ദുർബല നിമിഷത്തിൽ അത് സംഭവിച്ചു പോയി നമ്മൾ പറയില്ലേ? അപ്പൊ ഈ 2 ബ്രെയിൻ ഇത് മാത്രമേ നമ്മൾ ഓർത്താൽ മതി. നമ്മുടെ കുട്ടികളെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും മോറൽ സപ്പോർട്ടും കൊടുത്തു, റോൾ മോഡൽ പാരന്റിങ് കൊടുത്തിട്ട് ട്രാക്ക് തെറ്റി ഓടുമ്പോൾ ഇപ്പൊ ചില കുട്ടികൾ വളരെ മോശമായ സ്വഭാവ പെരുമാറ്റങ്ങൾ കാണിക്കുന്നു, ടീച്ചറെ വിളിപ്പിക്കുന്നു. നിന്റെ അച്ഛനെ വിളിച്ചിട്ടോ, പേരന്റിനെ വിളിച്ചിട്ടോ. ഇവിടെ ടീച്ചേഴ്സ് ആയിരിക്കും ബാക്കിലിരിക്കണേ. ഉറക്കം വരുന്ന ടീച്ചറ് ഒരാളോട് ടീച്ചർ. അപ്പൊ നമ്മളെ ഈ പേരൻസിനെ വിളിച്ച് നമ്മൾ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ സ്കൂളിൽ വിളിച്ചു കഴിയുമ്പോഴോ ചില പേരൻസിനെ കണ്ട ടീച്ചേഴ്സിനെ കണ്ടു വളരെ നല്ല പേരൻസ് ആണ്, നമുക്ക് അവരോട് വഴക്ക് പറയാൻ പോലും തോന്നുന്നില്ല. പക്ഷെ ആ കൊച്ചിന്റെ സ്വഭാവം ഇപ്പൊ ഞാൻ പറഞ്ഞ മിക്കവാറും ഈ ക്ലാസ് എടുക്കാൻ വരുന്നവർ പറയുന്നതെല്ലാം നിങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികള് ട്രാക്ക് തെറ്റി ഓടുന്നത്, സാമൂഹ്യ വിരുദ്ധരാവുന്നത്, പറഞ്ഞനുസരിക്കാത്തവരെന്നല്ല മിക്കവാറും ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാൻ പറ്റും. മത്ത കുട്ടികൾ കുമ്പളം മുളക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നമ്മൾ പാരൻസിന്റെ വഴക്കാണ്, നിങ്ങൾ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നില്ല, കുട്ടിയെ മനസ്സിലാക്കുന്നില്ല, കുട്ടിയെ ലിസൺ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മൾ കെട്ടിപ്പിടിച്ചു നോക്കി, ഉമ്മ എടുത്ത് നോക്കി, ചേർത്ത് കിടത്തി നോക്കി. പക്ഷെ നമ്മൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ രാത്രി ചിലപ്പോൾ ബാക്കിലെ ഡോർ തുറന്ന് ചാടി പുറത്ത് പോയിട്ടുണ്ടോ? അതാണ് ഇപ്പോഴത്തെ